അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദിൽ ബി ചെർപ്പശ്ശേരിയുടെ പ്രിയപ്പെട്ട ഹബീബികളെ, ഇന്നും നാം മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ എവിടെയെന്ന് വെച്ചാൽ പുഴക്കാട്ടിരി പഞ്ചായത്തിലാണ്. പുഴക്കാട്ടിരി പഞ്ചായത്തിൽ എവിടെയെന്ന് വെച്ചാൽ പുഴക്കാട്ടിരി പഞ്ചായത്ത് നമുക്ക് ഉള്ളിലേക്ക് കറക്റ്റ് 1,200 ദൂരം കേട്ടോ. എല്ലാ വണ്ടികളും വരുന്ന റോഡാണ്. 1 കിലോമീറ്റർ 200 മീറ്ററുമാണ് നമുക്ക് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഇവിടെ 65 സെന്റ് സ്ഥലവും അതിഗംഭീരമായ നല്ലൊരു അടിച്ചാപ്പൊളി വീടാണ് കാണിച്ചു തരാൻ പോകുന്ന. വീടുകളുടെ ഇടയിലാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. ഇതൊക്കെ ചുരുക്കം പൈസയുള്ളൂ, വളരെ കുറഞ്ഞ പൈസ. അപ്പൊ ഇൻഷാല്ലാ 65 സെന്റ് സ്ഥലവും ഈ വീടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ, ഇതാണ് കോട്ടക്കൽ നിന്ന് വരുന്ന റോഡ്. പെരിന്തൽമണ്ണക്ക് പുഴക്കാട്ടിരി എന്ന് പറയുന്ന സ്ഥലം. പുഴക്കാട്ടിരി പഞ്ചായത്താണ് കാണുന്നത്. കൃഷിഭവനാണ് ഈ കാണുന്നത്. ഇതിന്റെ തൊട്ടടുത്ത് അതാണ് ജുമാ മസ്ജിദ്. അവിടെ ആ ഭാഗത്ത് പുഴക്കാട്ടിരി ടൗൺ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടൗണിൽ നിന്ന് നമുക്ക് പോകേണ്ട ദൂരം 1 കിലോമീറ്റർ 200 മീറ്ററും മാത്രമാണ്. ഈ റോഡ് കാണിക്കുന്ന ഇതേ റോഡിനാണ് നമുക്ക് 1,200. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമാണ് 1,200. അപ്പൊ ഇൻഷാല്ലാ ഈ റോഡിന് പോയിട്ട് നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. വളരെ വില കുറവുള്ള സ്ഥലമാണ്. മലപ്പുറം ജില്ലയിൽ വെച്ചിട്ട് ഏറ്റവും വില കുറവുള്ള സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ ഓഫീസിന്റെ ഉദ്ഘാടനമായതുകൊണ്ടാണ് കുറഞ്ഞ ബഡ്ജറ്റുള്ള സ്ഥലങ്ങളും വീടുകളും നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഇൻഷാല്ലാ കണ്ടതിന് ശേഷം പറ്റു കാര്യം. അപ്പൊ പ്രിയപ്പെട്ട എന്റെ ഹബീബികളെ, നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മളിത് അവിടെ ഇങ്ങനെ പോകുന്ന വഴിയിലാണ്. ഇവിടുന്ന് 500 മീറ്ററാണ് നമ്മുടെ അവിടുത്തെ ദൂരം കേട്ടോ. ഇവിടെ പാലൂർ കോട്ട വെള്ളച്ചാട്ടം 1 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ. അപ്പൊ അതിന്റെയൊക്കെ പരിസരത്താണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി. നല്ല അടിച്ചാപ്പൊളി പ്രോപ്പർട്ടിയാണ്. വെള്ളച്ചാട്ടം, മലവെള്ളച്ചാട്ടം കണ്ടില്ലേ. അപ്പൊ നമുക്ക് പോകേണ്ട റോഡാണ് ഈ റോഡ്. ആ റോഡ് പോയിട്ട് ഒരു 400-500 മീറ്റർ മാത്രമാണ് ദൂരം. അപ്പം പ്രിയപ്പെട്ട എന്റെ ഹബീബികളെ, അതാണ് ടാറിങ് റോഡ് കേട്ടോ. ഈ വീടിന്റെ തൊട്ട് മുമ്പിലുള്ളത്. ആ വീടിന്റെ നേരെ ബാക്കിലാണ് നമ്മുടെ വീട് സ്ഥലവും കേട്ടോ. ഇങ്ങനെ കയറി എല്ലാ വണ്ടിയും വരും. ഒരു 10-14-15 അടി വീതിയുള്ള റോഡാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ കണ്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി, നമ്മുടെ വീട്. ഇതാണ് ഈ വീടും സ്ഥലമാണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് നല്ല ഇങ്ങനെ വീടുണ്ട് കേട്ടോ. അപ്പൊ പ്രിയപ്പെട്ട അഭിങ്ങൾ കാണണം. ഇവിടെ കയറുന്ന വയ്ക്കണേ നമുക്ക് പ്ലാത്തേക്ക് കാണാം. അതിന്റെ പുറമെ ഇവിടെ പൈപ്പ് കണക്ഷൻ ഉണ്ട് കേട്ടോ. വെള്ളം ഇതിൽ കിണറുണ്ടോ? കോയൽ കിണർ എന്തെങ്കിലും ഉണ്ടോ? ആ പൈപ്പ് കണക്ഷനിൽ എപ്പോഴും വെള്ളം വരും. അങ്ങനെ ഇതാണ് കേട്ടോ. പൈപ്പ് കണക്ഷനാണ്. വെള്ളം സൗകര്യങ്ങള് ഫ്രണ്ടിൽ നമുക്ക് തെങ്ങ് കാണാം, പുളി കാണാം. അല്ലേ എങ്ങനെ വന്നു കഴിഞ്ഞാല് വീട് ഇതൊക്കെ നമ്മുടെ സ്ഥലത്ത് പെട്ടാണ്. ഇവിടെ നല്ല വലിയൊരു പുളിയുണ്ട് അല്ലോ, സൂപ്പർ പുളിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ സ്ഥലം. ഇവിടെ കുറ്റിയുണ്ട്, അതിലുണ്ട് കേട്ടോ. അവിടെ നിങ്ങളുടെ അതിര് അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ അതിര് കേട്ടോ. ഈ 2-3 കുറ്റിമരങ്ങൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ അതിര്. 65 സെന്റ് ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിൽ ഈ വീടിന്റെ നിറക്ക് അല്ലോ. ഇവിടെ കുറച്ച് വാഴയും തെങ്ങും ഇതൊക്കെ ഉണ്ട്. അതിന്റെ പുറമെ ഇവിടെ തൊഴുത്തുണ്ട്. ഈ ഭാഗം കാണിച്ചോളൂ, തൊഴുത്തുണ്ട്. അതല്ലേ, പണ്ട് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ശരി. അപ്പൊ ഈ തൊഴുത്തിന്റെ അരിയിൽ കൂടെ ഇങ്ങനെ വന്നാലേ, ഇത് വെട്ടുകല്ല് ചോമരാണോ? ചുമര് വെട്ടുകല്ല, വെട്ടുകല്ല്. പഴയ ഇഷ്ടിക. ഇഷ്ടിക, പഴയ ഇഷ്ടികയാണ് അല്ലേ. ആയിക്കോട്ടെ, ഇഷ്ടികട്ട് കെട്ടിയ ചുമരാണ് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീടിന്റെ ബാക്ക് വശമാണ്. ഇവിടെ കാണാൻ നമുക്ക് തെങ്ങുകളും വാഴകളും. ഒരു കുടുംബത്തിന് ജീവിക്കാൻ സുഖമാണ് കേട്ടോ. നല്ല കാറ്റുള്ള ഏരിയ, നല്ലൊരു പുളിമരം മുന്നത്ത് കണ്ടില്ലേ. അതുപോലെ തന്നെ വീടിന്റെ ഈ വശം നോക്കുക. നമുക്ക് ഈ വശം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആലുണ്ട്. ആല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് വറകൊക്കെ ഇടാൻ വേണ്ടിയിട്ടേ ഷെഡ് കെട്ടിലാണ്. അതിന് ആല എന്നൊക്കെ പറയും അല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ബാക്ക് വശം, വീടിന്റെ ബാക്ക് വശം അല്ലേ. ഇവിടെ നിന്ന് നോക്കിയാൽ എന്തൊരു പച്ചപ്പാണ് കേട്ടോ. നല്ല വാഴയും തെങ്ങും മാവും പ്ലാവും ഉണ്ടോ, എല്ലാം ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചില മരത്തുമ്പോൾ കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല സൂപ്പർ പച്ചപ്പുള്ള സ്ഥലം. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ഇത് വാങ്ങിക്കോളിട്ടാ. 65 സെന്റ് സ്ഥലം ഈ വീടുംപാടെയാണ്. ചെറിയ വിലയ്ക്ക് നമുക്കത് തരാൻ സാധിക്കും കേട്ടോ. അർജന്റ് വിൽപ്പനയാണ്, അതാണ്. അപ്പൊ മലപ്പുറം ജില്ലയിൽ നമ്മുടെ ഓഫീസ് 1-ാം തീയതി ഓപ്പൺ ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇവിടെ കുറച്ച് 4 പോസ്റ്റ് ഇടാണ്. ഇൻഷാല്ലാ ഇതുപോലുള്ള വീട് സ്ഥലങ്ങളൊക്കെ നമ്മുടെ ബിസ്മി റിലേഷന്റെ ചാനലിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടുക കേട്ടോ. നല്ല സൗകര്യമുള്ള വീടാണ്, ഇഷ്ടികട്ട് കിട്ടിയ വീടാന്നാ പറയുന്നത്.
അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ നേരെ ബാക്ക് വശം. നമുക്ക് കുറച്ച് വാഴകൾ കാണാം, അതുപോലെ തന്നെ മാവ് കാണാം, അതുപോലെ തന്നെ തേക്കുണ്ട് ഇവിടെ, അതുപോലെ പലജാതി മരങ്ങളുണ്ട് കണ്ടോ. പ്ലാവ്, ഇതെങ്ങനെ ഇതിന്റെ ബാക്കിൽ തൊട്ടൊരു തറണ്ട്, ഇത് വേറെ ആളാണ്. അതിന്റെ ഇപ്പുറത്താണ് നമ്മുടെ അതിര് കണ്ടോ. ഇതൊക്കെ ഈ കാണിച്ചു തരുന്നതൊക്കെ നമ്മുടെ അതിരിപ്പെട്ടാണ്, 65 സെന്റ് സ്ഥലത്ത് പെട്ടാണ് കേട്ടോ. ഈ ബാക്കിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാക്ക് സൈഡും കൂടെ ഒന്ന് കാണാം. അപ്പൊ എന്താ പറയുക, ഇതിൽ അത്യാവശ്യം തെങ്ങൊക്കെ ഉണ്ട് മുമ്പിൽ. ഫ്രണ്ട് വശത്ത് തെങ്ങൊക്കെ കാണിച്ചു തന്നു, ഒരു വീട്ടിലുള്ള തേങ്ങരക്കളൊക്കെ കിട്ടും ഒന്നിച്ച് മേടിക്കുകയാണെങ്കിൽ കേട്ടോ. അടിച്ചാപൊളി സ്ഥലമാണ്. അപ്പൊ അവിടെ തറട്ടിന് കല്ലൊക്കെ ഇറക്കിയാണ് വീട് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചോളം ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഇവിടെ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോണ വഴിയിൽ നമുക്ക് ഇവിടെ തെങ്ങുണ്ട്, അവിടെ തെങ്ങുണ്ട് കേട്ടോ. അതിന്റെ ആ ഭാഗത്തൊക്കെ തെങ്ങുകളാണ്. ഇവിടെ ഒരു പ്ലാവുണ്ട്, പ്ലാവ് ചക്കയായിരുന്നു കേട്ടോ. ചക്കയൊക്കെ നേരത്തെ ആയിരുന്നു പ്രാവശ്യം കേട്ടോ. കേട്ടോ നല്ല ചക്ക കേട്ടോ. ഇത് വാങ്ങുന്നവർക്ക് എന്തായാലും ആ സമയത്തേക്കേ ചക്ക പൊടുത്തത് കഴിക്കാം കേട്ടോ. അപ്പൊ ഈ സൈഡാണ് വാഴയൊക്കെ വെച്ച് തെങ്ങൊക്കെ കണ്ടില്ലേ, കണ്ട് ആ അവിടെ നല്ലൊരു പ്ലാവുണ്ടല്ലോ, വലിയൊരു പ്ലാവാണുള്ളത്. പലകയ്ക്കൊക്കെ ഇടാൻ പറ്റിയ പ്ലാവാണ്, നല്ല വണ്ണുള്ള പ്ലാവാണ് കേട്ടോ. ആ പ്ലാവ് എന്ന് കാണിച്ചു കൊടുത്താൽ അത് മോൾക്ക് തന്നെ നല്ല വണ്ണുണ്ട്. അപ്പൊ അടിയിലേക്ക് നോക്കിയാൽ നല്ല വണ്ണുള്ള പ്ലാവ് കേട്ടോ. അപ്പൊ പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് കേട്ടോ. സ്ഥലത്തിന്റെ ഏറ്റവും ബാക്ക് സൈഡാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ബാക്കിലെ അതിര്. ഇതാ ഇങ്ങനെ ഈ തിട്ട് കേട്ടോ. ഇതിന് അരിയിലൊക്കെ നമുക്ക് മരങ്ങൾ കാണാം. ഏതൊക്കെ ഇതാ കേട്ടോ, ഒരുപാട് മഹാഗണി മറ്റുള്ള മരങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. മഹാഗണി ഉണ്ട്, ചില്ലറ മരങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ മഹാഗണി ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരുവിധം മരങ്ങളൊക്കെ മാവുണ്ട് കേട്ടോ. ഇതാണ് ബാക്കിലെ അതിര്. ഇതാണ് ഇങ്ങനെ അതിര് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും ബാക്കിലാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പോവാ, ബാക്ക് അതിരെ കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാലേ നല്ല വിലപ്പിടിപ്പുള്ള മരമൊക്കെ അതിലുണ്ട് കേട്ടോ. വണ്ണുള്ള മരമൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ കേട്ടോ. ഇതൊക്കെ നല്ല വണ്ണുള്ള മര. ഇതുപോലുള്ളത് ഒരുപാട് മരങ്ങളുണ്ട്. മട്ടിയുണ്ട്, ആ സൈഡൊക്കെ മട്ടിയാണ്. ആ സൈഡ് ഒന്ന് കാണിച്ചു കൊടുത്താ മട്ടിയുണ്ട്, തേക്കുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെ എല്ലാ മരങ്ങളും ഉണ്ട് ഈ ബാക്ക് സൈഡിൽ. ഈ സൈഡ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചതില്ലല്ലോ. ഈ സൈഡിൽ കൂടെ ഒക്കെ മരങ്ങളാണ്. അപ്പൊ ഇതാണ് ബാക്ക് സൈഡിലെ ഒരു അതിര് കേട്ടോ. ഈ അതിര് അതങ്ങനെ വരുന്നുണ്ടോ. ഇതാണ് ഈ വാഴപ്പുറത്താണ് നമ്മുടെ അതിര് നിൽക്കുന്നത്. ഇത് മതിലുണ്ട് കെട്ടിയിട്ട് കേട്ടോ. ഇത് മതിൽ കെട്ടി ഇങ്ങനെ നേരെ പിന്നെ അങ്ങോട്ടാണ് കേട്ടോ. കിടന്ന സ്ഥലം, അടിപൊളി സ്ഥലം. അപ്പുറത്ത് പുതിയ വീടൊക്കെ കയറുന്നുണ്ട്. അപ്പൊ ഈ സ്ഥലമാണ് നമ്മുടെ കേട്ടോ. 65 സെന്റ് സ്ഥലമുണ്ട്. 65 സെന്റ് സ്ഥലമുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ 25 30 സെന്റ് വേണമെങ്കിൽ അങ്ങനെയും തരാൻ സാധിക്കും. അതല്ല ഇത് ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെയും തരാൻ സാധിക്കും. അപ്പൊ നിങ്ങള് ഇതിൽ ഓണർ നമ്പറാണ് നമ്മൾ കൊടുക്കുക. ഓണർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണറായിട്ട് സംസാരിക്കാം. ഇപ്പൊ ചിലതിൽ നമ്മൾ ഓണറുടെ നമ്പർ കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഓണർ പറയും വേണ്ട നിങ്ങളുടെ നമ്പർ കൊടുത്താൽ മതി പറയും. ഇതല്ല നമ്മള് കേട്ടോ. ഇവിടെ ഒരുപാട് മരങ്ങളുണ്ടല്ലോ, മഹാഗണികൾ. ഇതെല്ലാം നല്ല സംഖ്യയൊക്കെ ഉണ്ടേ കേട്ടോ. മഹാഗണികൾ ഈ സൈഡ് ഫുള്ള് നിൽക്കുന്ന മരങ്ങൾ ഇതുണ്ടോ. നമ്മുടെ പുതിയ വീട് വരുന്നുണ്ട്, അതിന്റെ മേലെ ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ സ്ഥലം അതിര് കേട്ടോ. തറപ്പണയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്, കല്ലൊക്കെ ഇറക്കിയിട്ട് ഇപ്പൊ വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മലപ്പുറം ജില്ലേനെ പറ്റി നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഏത് ഭാഗത്ത് പോയാലും 1 1.5 കമ്മിയായിട്ട് സ്ഥലം കിട്ടില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് അതിന്റെ അടിയിൽ ഒരുപാട് അടിയിൽ വാങ്ങാം കേട്ടോ. മഹാഗണി കേട്ടോ. ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ ഈ സെന്ററിൽ. ഇവിടെ തന്നെ കണ്ടമാനം മരങ്ങളുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സ്ഥലമാണ്, നല്ല മണ്ണാണ്. 1 2 3 പാർട്ടിക്ക് ജ്യേഷ്ഠാഞ്ചന്മാർക്ക് വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ്, യാതൊരു സംശയമില്ല കേട്ടോ. ഇതാണ് ഒരു അതിര്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബുകളാണ്, എന്താ ഇവിടെ കാറ്റ് കേട്ടോ. ഇലകളാണോ നല്ല കാറ്റ്. ആ സൈഡിലൊക്കെയുള്ള മരങ്ങൾ, അവിടെ ഒരു പ്ലാവുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇതിൽ പെട്ടാണ്. 65 സെന്റ് സ്ഥലമുണ്ട്, സൂപ്പർ സ്ഥലമാണ്. ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാ ഭാഗവും. ഇപ്പൊ നമ്മുടെ വീടിന്റെ നേരെ ബാക്ക് സൈഡിലാണ് ഈ സ്ഥലങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഒരു 10 സെന്റിൽ വീട് കയറ്റാൻ പറ്റും. അപ്പൊ ഒരു 3 4 പാർട്ടിക്ക് വീട് കയറ്റാൻ സുഖസുന്ദരമായതാണ്. ഇതിലും വില കമ്മിയായിട്ട് മലപ്പുറം ജില്ലയിൽ കിട്ടുമോ എനിക്ക് തോന്നിയില്ല. ഇത് മലപ്പുറം ജില്ലയിൽ പുഴക്കാട്ടിരിയുള്ള സ്ഥലമാണ്. പുഴക്കാട്ടിരി കോട്ടക്കലിൽ നിന്ന് നമ്മൾ പെരിന്തൽമണ്ണ റോഡിലാണ് പുഴക്കാട്ടിരി. പുഴക്കാട്ടിരി റോഡിൽ നിന്ന് കറക്റ്റ് 1 200 ഇവിടേക്ക് ദൂരം. ടൗണിൽ നിന്ന്, പുഴക്കാട്ടിരി ടൗണിൽ നിന്ന് 1 200 കണ്ടാ. അടിച്ചാപൊളി സ്ഥലം. അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കണ്ടില്ലേ, നമ്മൾ ഇതിന്റെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തന്നു. പുഴക്കാട്ടിരി ടൗൺ കാണിച്ചു തന്നു. ആ ടൗണിൽ നിന്ന് 1 200 ദൂരം. മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിൽ നിന്ന് പെരിന്തൽമണ്ണക്ക് വരുന്നതിന്റെ ഇടയിലാണ് പുഴക്കാട്ടിരി എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് 6 കിലോമീറ്റർ ആണ് അങ്ങാടിപ്പുറം.
കേട്ടോ. മൊത്തം പെരിന്തൽമണ്ണയ്ക്ക് 10 കിലോമീറ്റർ ആണ്. എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യം, നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ, വീട് ചമയങ്ങൾ ഉൾപ്പെടെ. ഇവർ സെന്റിന് 1 ലക്ഷം വേണം പറഞ്ഞു, ലാസ്റ്റ് 90 വേണം പറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പൊ സംസാരിച്ച് ലാസ്റ്റ് 80 വേണമെന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ 80 അവർ 85 പറഞ്ഞിട്ട് 2 ഇതിലാണ് നിൽക്കുന്നത്. കാരണം നമ്മളൊരു ഏകദേശം ഒരു വില കണക്കാക്കിയാണ് മലപ്പുറം ജില്ലയിലെ സെന്റിന് ഒരു 80 ഉറുപ്പിയാണ് വില നിശ്ചയിച്ചിട്ടുണ്ട്. ഇവർ 85 വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എത്രയായാലും ശരി, നിങ്ങൾ ഓണർ നമ്പർ വെക്കുന്നുണ്ട്. ഈ ഓണർ നമ്പർ വിളിച്ച് ബന്ധപ്പെട്ടിട്ട് ഇൻഷാ അല്ലാഹ് എങ്ങനെ മേടിച്ചങ്ങൾ ചെയ്യാം. ഇനി വേറൊരു ഉപകാരം കൂടെ അയാൾ ചെയ്യാ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 20, 25, 30 സെന്റ് വേണമെന്നുണ്ടെങ്കിൽ, 10, 15 സെന്റ് വേണമെന്നുണ്ടെങ്കിൽ, 5 സെന്റ് ആയിട്ട് കൊടുക്കില്ല, ഒരു 15 സെന്റ് 20 സെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിലേക്ക് റോഡ് ഇട്ടിട്ട് അവർ തരാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഒരു 20 സെന്റ് അല്ലെങ്കിൽ 30 സെന്റ് അല്ലെങ്കിൽ നേർ പകുതി വേണമെങ്കിൽ അങ്ങനെയും തരാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇത് ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ ഈ വീട് ഉൾപ്പെടെ കോഴിക്കോട് ചമയങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ. അപ്പൊ നമ്മൾ പെരിന്തൽമണ്ണ ഞങ്ങളോട് പറഞ്ഞു 1-ാം തീയതി നമ്മുടെ ഓഫീസ് ഉദ്ഘാടനമാണ്. അപ്പൊ എല്ലാവരും അതിലേക്ക് എത്തണം. മാത്രമല്ല മലപ്പുറം ജില്ലയിൽ എന്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്താൽ മാത്രമേ എനിക്ക് ഇവിടെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ ചാനലിലിട്ട് നിങ്ങളുടെ വീടുകളായിക്കോട്ടെ, സ്ഥലങ്ങളായിക്കോട്ടെ, ഫ്ലാറ്റ് ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, എന്ത് കൊട്ടാരമായിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് വിൽക്കണം എന്നുണ്ടെങ്കിൽ ബിസ്മി റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുക, അതിന്റെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഇങ്ങനെ അനവധി പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ കൊടുക്കാറുണ്ട്. നമ്മൾ മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും നിങ്ങൾക്ക് 10-നും 12-നും 15-നൊക്കെ വീടുകൾ കാണിച്ചു തന്നിരുന്നു അല്ലേ. അപ്പൊ അതുപോലെ മലപ്പുറം ജില്ലയിലും വീടുകൾ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടാണ്, ഒരുപാട് പേര് റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ 1-ാം തീയതി കേട്ടോ, പുതുവർഷത്തിൽ 1-ാം തീയതി കാലത്ത് 10 മണിക്ക് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും എത്തുക. അതുപോലെ തന്നെ എന്റെ മലപ്പുറത്തുള്ള ഈ ചാനൽ കാണുന്ന എല്ലാവരും, ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക. നമ്മുടെ ബിസിനസ് പറഞ്ഞാൽ കമ്മീഷൻ വ്യവസ്ഥയിലാണ്. വിൽക്കുന്നവൻ 2%, വാങ്ങുന്നവർ 1% കമ്മീഷൻ വ്യവസ്ഥയിലാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യും. എന്റെ ഹബീബിന്റെ ഈ ചാനൽ എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹസ്സലാമ.